കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വൈകിട്ട് മന്തി ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടെന്ന്. അപ്പം അതിൻ്റെ പണിയിലാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്ന ആൾ ആര്യാണ്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ അവളുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് കണ്ടോക്ക്. നമ്മൾ 2 ഗ്ലാസ് അരിയായിട്ട് എടുത്തിരിക്കണത്. ഈ ഒരു അളവ് മാത്രമേ എനിക്ക് അറിയണ്ടായിരുന്നുള്ളേ. പിന്നെ ആദർശാണെങ്കിൽ ഇതേ അവൻ കുലുക്കി സർബത്ത് എന്താ ബൂസ്റ്റ് കൊണ്ട് എന്തോ കുലുക്കിയായിട്ടുള്ള എന്തോ ഐറ്റംസ് ആയിട്ടായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ എനിക്കായിരുന്നു കേട്ടോ ചിക്കനൊക്കെ കഴുകി സെറ്റാക്കേണ്ട ഡ്യൂട്ടി. അപ്പം ഞാനിത് ചിക്കനൊക്കെ കഴുകി റെഡിയാക്കുന്നുണ്ട്. അവളവിടെ ബാക്കി മന്തിക്കുള്ള പരിപാടി കേട്ടോ. അപ്പം മറക്കണ്ട, അവളെ ആദർശ് ആര്യ എന്നാട്ടോ യൂട്യൂബ് ചാനലിൻ്റെ പേര്. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും. അപ്പം മന്തി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒന്ന് നോക്കി നോക്കി കിട്ടാം. നല്ല സിമ്പിളായിട്ട് നല്ല പെട്ടെന്ന് കഴിയും, നല്ല ടേസ്റ്റി ആട്ടോ. മന്തി ഉണ്ടാക്കുന്ന ഡ്യൂട്ടി അവൾക്കാണെങ്കിലും എനിക്ക് പണിക്ക് കുറവൊന്നുമില്ല കേട്ടോ. ഞാനിതേ മുട്ടയൊക്കെ വാങ്ങി കൊടുത്തിട്ടുള്ളത് ഫ്രിഡ്ജിൽ ഇതേ ബാക്കിയുള്ളത് വെക്കുന്നുണ്ട്. കുറച്ച് പുറത്തും വെച്ചു കേട്ടോ. പിന്നെ ബോട്ടിൽസിലൊക്കെ ഇതേ വെള്ളവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. തേജുവിന് പിന്നെ പണിയൊന്നും ഇല്ലെങ്കിലും പണി അവൻ തന്നെ ഉണ്ടാക്കുമല്ലോ. വെറുതെ ഇതേ ചാടി ടൈൽസിൻ്റെ ഓരോ പീസ് എണ്ണിക്കൊണ്ടിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് അവള് എല്ലാം ആയിട്ട് അവിടെ കുക്കറിൽ ഒരു വിസിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ നേരം ഞങ്ങൾ ഇത് എല്ലാവരും ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. പിന്നെ ബിഗ് ബോസ് തുടങ്ങേണ്ട ടൈം ആയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതിന് വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ. പിന്നെ ഏകദേശം ഒരു വിസിൽ പോയപ്പോൾ നമ്മൾ ഓഫാക്കി. ആ നേരം കൊണ്ട് തന്നെ അവളുടെ മേലഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും തേജപ്പനും കൂടിയിട്ട് നമ്മുടെ മിക്കിയുടെ മടിയിൽ കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്കാട്ടോ. നല്ല രസമാട്ടോ നമ്മുടെ മിക്കി മോളുടെ മടിയിൽ കിടക്കുക. പിന്നെ ഞാൻ ചെന്ന് നോക്കുമ്പോഴേക്കും വിസിലൊക്കെ കളഞ്ഞിട്ട് മന്തിയൊക്കെ അവർ സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആര്യ ആദർശം കൂടിയിട്ട് തന്നെയാട്ടാ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാതും ഇതേ പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതേ ഞങ്ങൾ വേഗം കഴിക്കാൻ എല്ലാവരും കൂടി ഇത് നിലത്തായിട്ടിരുന്നത്. ഞങ്ങൾ എല്ലാവരെക്കാളും കാലിന് കുറച്ച് നീളം കൂടുതലായിട്ട് നമ്മുടെ വിൻഷാട്ടിന്. അതുകൊണ്ട് പിന്നെ മുട്ട് മടങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് വിൻഷാട്ട് ഇതേ മുകളിലായിട്ടിരുന്നേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതേ ബാക്കി നമ്മുടെ കുക്കർ തുടക്കേണ്ട ചടങ്ങിലാട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് കുക്കറൊക്കെ തുടച്ചെടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മന്തിക്ക്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. പിന്നെ ഞാനാണെങ്കിൽ ഇതേ മന്തിന്ന് അങ്ങോട്ട് കേട്ട കമ്മന്നടിച്ച് വീഴുന്ന ഒരാളായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കില്ലല്ലോ. അപ്പം നല്ല രീതിക്ക് ഇത് നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനും അതെ. പിന്നെ വിൻഷാട്ടിനെ കഴിക്കണ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. പതുക്കെ ആട്ടോ വിൻഷാട്ട് ഇരുന്ന് കഴിക്കണത്. ഇങ്ങനെ പതുക്കെ ചവച്ചിട്ടാണ് കഴിക്കണത്. പിന്നെ നമ്മുടെ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് അതും കൂടി വെച്ചിട്ടുണ്ട് കണ്ടോ വിൻഷാട്ടൻ കഴിക്കണ അവസ്ഥ. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ എല്ലാവരുടെയും തല മസാജ് ആയിരുന്നു കേട്ടോ പണി. വിൻഷാട്ടിന്റെ തല മസാജ് ചെയ്യുന്ന കണ്ടപ്പോൾ തേജപ്പൻ്റെ ഒരു ആഗ്രഹം അവൻ്റെ തല മസാജ് ചെയ്യാൻ. എന്നോടായിരുന്നു കേട്ടോ മസാജ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വിൻഷാട്ടൻ മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ അവിടെ പിടിച്ച് കെടുത്തിപ്പോൾ കുട്ടിയോടെ കിടന്നു കൊടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വീഡിയോ എത്രയുള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.